വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. തൃത്തല്ലൂർ മുളുബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പത്തനംതിട്ട അടൂർ സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ 40 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഹൃത്ത് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോ അനിൽകുമാറിനെ തള്ളിയിടുകയായിരുന്നു. തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇക്കാര്യങ്ങൾ ഷാജു തന്നെ ഉടമയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അനിൽകുമാറിനെ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ ഷാജു ചാക്കോയെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹരിശ്രീ ഏജൻസി എന്ന് പറഞ്ഞ ഹോൾസെയിൽ വ്യാപാരത്തിൻ്റെ തൊഴിലാളികൾ കുറച്ച് പേര് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ് സാജൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ ആള്. അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ മുടക്ക് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും തുറക്കുകയും ഒപ്പം തന്നെ സപ്ലൈ കഴിഞ്ഞ് അതിനൊരു 8 മണിയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരിക്കാം. ഓഫീസുമായി ബന്ധപ്പെട്ട് 8 മണിയോട് കൂടി എത്തി. അത് കഴിഞ്ഞ് വന്നു. സാജൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ അനിൽ എന്ന് പറയുന്നത്. 3 മാസമായി സാജൻ തന്നെയാണ് ഇവിടേക്ക് അനിലിനെ കൊണ്ടുവന്നതും. രണ്ടാളും അവർ മുകളിലത്തെ ഇതിലാണ് താമസിക്കുന്നത്. താഴെ വേറെ ഹിന്ദിക്കാരും മറ്റുള്ളവരും താമസിക്കുന്നുണ്ട്. ഇവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാതും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നതാണ്. തൊഴിലാളികൾ തമ്മിൽ യാതൊരു വിഷയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു സാമ്പത്തിക ഇടപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ അവർ തമ്മിൽ ഇന്നുവരെ കണ്ടിട്ടുമില്ല. ഈ 3 മാസത്തിലെ അനി വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അറിയില്ല. പിന്നെ ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയോട് കൂടിയിട്ട് സാജൻ ആദ്യം പോലീസിലേക്ക് വിളിച്ച് പറയുകയും പിന്നീട് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, സുനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടൻ ഉടനെ പോലീസിലേക്ക് അറിയിച്ചു, ഇങ്ങനെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി പോലീസുകാർ ഇവിടെ എത്തുകയും എത്തിയതിനു ശേഷം ചേട്ടൻ എത്തുകയും ചെയ്തു. ചേട്ടൻ ഇവിടെ താമസിക്കുന്നതിന് കുറച്ച് ദൂരമാണ്. ചേട്ടൻ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നോക്കുമ്പോൾ താഴെയാണ് ഈ അനി കിടക്കുന്നത്. പക്ഷേ പോലീസുകാരപ്പോൾ നോക്കുമ്പോൾ അനി മരിച്ചിട്ടില്ല എന്നാണ് അറിവ്. അവിടുന്ന് ആംബുലൻസ് വിളിച്ച് MI ഹോസ്പിറ്റലിലേക്ക് ഏങ്ങണ്ടൂർ MI ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു.